ഹലോ, ഞാൻ നിത്യ പ്രവീൺ, തിരുവല്ലയിൽ നിന്നും വരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പം പറഞ്ഞായിരുന്നു, പണി കൊടുക്കാനും വേടിക്കാനും അറിയുന്ന ചില ആൾക്കാരോട് എൻ്റെ കുടുംബത്തിലുണ്ട്, കുറേശ്ശെ പേരെ കൊണ്ടുവന്ന് പറയാന്ന്. തുടങ്ങട്ടെ. എൻ്റെ അമ്മൂമ്മയ്ക്ക് 10 മക്കളാണ്. 10 മക്കളിൽ 10ാമത്തെ ആളാ എൻ്റെ അച്ഛൻ. ആരോഗ്യപരമായ പുള്ളി ഇച്ചിരി പിന്നോക്കം ആയതുകൊണ്ട് തന്നെ അമ്മൂമ്മ എപ്പോഴും പറയായിരുന്നു, എൻ്റെ കുഞ്ഞൊരശുവാ, എൻ്റെ കുഞ്ഞൊരശുവാന്ന്. ഇങ്ങനെ അശ്വാന്ന് പറഞ്ഞ് ഇപ്പൊ ഏതാണ്ട് 10-62 വയസ്സായിട്ടും ശിശുക്കളുടെ സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശിശുക്കളുടെ സ്വഭാവം മാറാൻ വേണ്ടിയിട്ടേ അമ്മൂമ്മ 10-30 വയസ്സായപ്പോഴത്തേക്ക് അച്ഛനെ പിടിച്ചങ്ങ് പെണ്ണ് കെട്ടിച്ചു. പക്ഷേ വീട്ടിൽ ശിശുക്കളുടെ എണ്ണം കൂടിയെന്നല്ലാതെ പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ അച്ഛനെ കണ്ടിട്ടുണ്ടോ? കാണാൻ സുന്ദരൻ, സുമുഖൻ, സുശീലൻ, അല്പ അസൂയയും കുശുമ്പും കുന്നായ്മയൊക്കെ ഉണ്ടെങ്കിലും ആള് വക്ക ഡീസൻ്റാ. എൻ്റെ അച്ഛനെ അല്പം കഷണ്ടി തലേന്ന് കേട്ടോ. ഇതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്ക് പുള്ളി പറയും, നിന്നെയൊക്കെ വളർത്തിയിട്ടാടി ഞാൻ കഷണ്ടി ആയതെന്ന്. ഞാൻ അതല്ല ചിന്തിക്കുന്നേ, ഈ 2 മക്കളെ വളർത്തിയപ്പോഴത്തേക്ക് പുള്ളി കഷണ്ടി ആയെങ്കിൽ ഈ പുള്ളിയുടെ അച്ഛനൊക്കെ 10 മക്കളെ വളർത്തിയിട്ട് തല പോലും കാണണ്ടല്ലോ എന്നാ. എൻ്റെ അച്ഛനും മൂത്തപ്പച്ചിയും തമ്മിൽ ഭയങ്കര കൂട്ടുകേട്ടാ. അച്ഛൻ ഒരു ദിവസം പോലും അപ്പച്ചിയെയും അപ്പച്ചിക്ക് ഒരു ദിവസം പോലും അച്ഛനെ കാണാതിരിക്കാൻ പറ്റത്തില്ല. അപ്പച്ചി എന്നും രാവിലെ ഞങ്ങളുടെ വീട്ടിൽ വരും. നാത്തൂനെ ചായ എന്ന് പറയുന്നതിന് പകരം നാത്തൂനെ മുറുക്കാനെ എന്നും പറഞ്ഞോണ്ടാ വരുന്നേ. അപ്പച്ചി വീട്ടിലോട്ട് വരുമ്പോഴേ അച്ഛൻ വിളിച്ച് അടുത്തങ്ങിരുത്തും, ഈ ചേച്ചി വെറ്റ 2 മതിയോ, അടയ്ക്ക് ഒന്നുകൂടെ എടുക്കട്ടെ, പൊയില ലേശേ ഉള്ളു കേട്ടോ എന്നും പറഞ്ഞ് എന്നാ സ്നേഹമാ. പക്ഷേ ഈ വരവ് രാത്രി 8 മണി കഴിഞ്ഞിട്ടൊന്ന് വന്നു നോക്കട്ടെ, ഉണ്ടായിട്ട് അപ്പച്ചി ഓടും. എന്താന്നല്ലയോ, അച്ഛൻ ഇനി പണിയൊക്കെ കഴിഞ്ഞ് 2 അടിച്ചിട്ടൊക്കെ വരുന്നേ. അപ്പൊ നിങ്ങൾ വിചാരിക്കുക എൻ്റെ അച്ഛൻ വലിയ വെള്ളം അടിയനാന്ന്. ഒന്നുമല്ല, 60 രൂപയുടെ അരി ഇഷ്ടം. അതടിച്ചു കഴിഞ്ഞാൽ പുള്ളി പിന്നെ ആരാന്ന് പുള്ളിക്ക് പോലും അറിയത്തില്ല, വീട് ഏതാന്ന് പോലും അറിയത്തില്ല. ഇല്ല, കോഴി കിടന്ന് കറങ്ങുന്നത് പോലെ ആ റോഡിൽ കിടന്ന് കറങ്ങും. ഏതെങ്കിലും ഒരു ഓട്ടോക്കാരെ എടുത്ത് വീട്ടിൽ കൊണ്ടുവരും. വീട്ടിൽ കൊണ്ടുവന്നാലോ താണ്ടാ വില്ലിച്ചൊരു നിപ്പാ. എന്നിട്ട് സ്വന്തം നിഴലിനെ നോക്കി ചോദിക്കും, ആരടാ നീ എന്ന്. ഇത് കേട്ട ഞങ്ങളുടെ അമ്മൂമ്മ അകത്തിരുന്നോണ്ട് പറയും, ചത്തുപോയ നിന്റെ അച്ഛനാടാന്ന്. ആ പാവക്കയല്ലയോ നിങ്ങളെ കൊണ്ടുപോകാൻ വന്നേയിരിക്കുന്നു. പിന്നെ അമ്മൂമ്മ മിണ്ടൂല പേടിച്ചിട്ട്. ഈ വില്ലിപ്പം മാറണമെന്നുണ്ടെങ്കിൽ ഈ അടിച്ച സാധനത്തിന്റെ കെട്ടുവിടണം. പിറ്റേന്ന് രാവിലെ അപ്പച്ചിയെ വിളിച്ചിട്ട് ചോദിക്കും, ഇച്ചേച്ചിയെ വരുന്നില്ലയോ മുറുക്കണ്ടേന്ന്. അപ്പച്ചി നല്ല പടക്കം തെറി വിളിക്കും. ഈ മുറുക്കാനെന്ന് പറയുമ്പോഴേ ഞങ്ങളുടെ അമ്മൂമ്മ എല്ലാരെയും മുറുക്കാൻ പഠിപ്പിച്ചേ. അമ്മൂമ്മയ്ക്ക് രാവിലത്തെ കട്ടൻ ചായ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ മുറുക്കാൻ അത് നിർബന്ധമുള്ള കാര്യം കേട്ടോ എന്ന് വിചാരിച്ച് അമ്മൂമ്മ പൈസ കൊടുത്ത് മുറുക്കാനൊന്നും മേടിക്കൂല. പടിഞ്ഞാറ്റ എൻ്റെ വല്ലിച്ചൻ വെറ്റെടുക്കുമെന്ന് പറയുമ്പോഴേ ഒരു 50 പൈസ കവറും കൊണ്ട് ഒറ്റ ഓട്ടോ. ആ ഓട്ടം കണ്ടാലറിയാം ഒരു 18-19, അതിനപ്പുറം പോകത്തില്ല. അതുപോലെ തന്നെ വല്ലോൻ്റെ പറമ്പിൽ പോയി അടയ്ക്ക പറക്കും. പിന്നെ ഞങ്ങളുടെ പഞ്ചായത്ത് പുകയില ഉൽപ്പന്നം ഇല്ലാത്തത് കൊണ്ട് മാത്രം അമ്മൂമ്മ പുകയില കടയിൽ നിന്ന് മേടിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ചുണ്ണാമ്പൂന്ന്. ഈ പുകയില മേടിക്കുമ്പോഴേ കടയിൽ ചെന്നിട്ട് ഒരു ഇച്ചിരി ചുണ്ണാമ്പ് തോണ്ടി എടുത്തിങ്ങി വീട്ടിൽ കൊണ്ടുവരും. ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അമ്മൂമ്മയ്ക്ക് ഒരു ഉൾവിളി ഉണ്ടായത്. അമ്മൂമ്മ പാക്ക് വറക്കുന്ന സൈറ്റിൽ കയറി നമ്മുടെ രായമാമൻ പാക്ക് വറക്കുന്നെന്ന്. രായമാമൻ 6 മണിക്ക് വരുമെങ്കിൽ ഞങ്ങളുടെ അമ്മൂമ്മ 5 മണിക്കേ പോവും. കണ്ടു പോലും ഇല്ല പോലും കൈ കിട്ടുന്ന മൊത്തം പറക്കി വീട്ടിൽ കൊണ്ടുവരും. ഇത് നോക്കിയിട്ട് എൻ്റെ അച്ഛൻ ചോദിച്ചു, അമ്മ ഈ കറുത്ത സാധനം എന്തുവന്നമ്മ? മക്കളെ ഇത് കൊട്ടപ്പാക്കടാന്ന്. കൊട്ടപ്പാക്കല്ല തള്ള, ഇത് പട്ടിക്കാട്ടാവത്. ഈ പട്ടിക്കാട്ടം എല്ലാം കൂടെ വാരി പുള്ളിക്കാരി വെളിയിലൊരു ഒറ്റ ഏറ്. നേരെ ഞങ്ങളുടെ വിജയമാമൻ കയറി വരുമായിരുന്നു. എൻ്റെ അപ്പച്ചിയുടെ പിണങ്ങി പോയിട്ട് ഒത്തുതീർപ്പിന് വിളിച്ച വിജയമാമിനെ പട്ടിക്കാട്ടം വാരി എറിഞ്ഞ് അപമാനിച്ചെന്നും പറഞ്ഞുകൊണ്ട് വിജയമാമൻ വീണ്ടും നാണ്ടടെ പിണങ്ങി പോന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി തിരിച്ചു വന്നപ്പോൾ ബസ്സിലാണ് വരുന്നത്. അമ്മൂമ്മ ബസ്സിൽ ഇരുന്നങ്ങ് മുറുക്കി പുറത്തോട്ട് ഒറ്റ തുപ്പ. നേരെ വന്ന ബൈക്കാരൻ്റെ ഉടുപ്പിൽ. ഇവനാണെങ്കിൽ നമ്മളെ ഓവർടേക്ക് ചെയ്ത് കയറി അങ്ങോട്ട് നിർത്തിയിട്ട് ബസ്സിലോട്ട് ചാടി അങ്ങ് കയറി. അപ്പോഴത്തേക്ക് അമ്മൂമ്മ ട്യൂണങ്ങ് മാറ്റി നൈസായിട്ട് സെന്റിമെന്റ്സ് ഇറക്കി. ദാണ്ടേ മോനെ, നിനക്കെന്റെ കൊച്ചുമോന്റെ പ്രായം ഇല്ല കേട്ടോന്ന് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയും കൂടെ. ഷർട്ടി തുപ്പിയതോ പോട്ടെ, ഇപ്പൊ നാണ്ടടെ ചെള്ളക്കി ഇരിക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അമ്മൂമ്മയ്ക്ക് ബാംഗ്ലൂർ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ചേച്ചിക്ക് ബാംഗ്ലൂരാണ് താമസിക്കുന്നത് കേട്ടാ. നമ്മളങ്ങനെ ബാംഗ്ലൂരൊക്കെ പോയി
മൂന്നാമത്തെ നിലയിന്ന് വീട്ടിൽ നിന്ന് മുറുക്കി മിറ്റത്തോട്ട് തുപ്പുന്നോണം ഒറ്റ തുപ്പ്. അതിന്റെ ഓണർ നിന്ന് കാറ് കഴുകുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പം അവര് വീട് മാറിയെന്നൊക്കെ പറയുന്ന കേട്ടോ. അങ്ങനെ അമ്മൂമ്മ കണ്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. അമ്മൂമ്മ ഒരു ഒറ്റ തീരുമാനം എടുത്ത്, ഇനി അമ്മൂമ്മ മുറുക്കൂലെന്ന്. ഞാൻ ചോദിച്ചു, അമ്മൂമ്മ ഇനി മുറുക്കൂലേ? ഇല്ല കളെ, അമ്മച്ചാണ് അമ്മൂമ്മ മുറുക്കൂലെന്ന്. എങ്കിൽ ഇതെല്ലാം വാരി കളഞ്ഞേക്കട്ടെ. അപ്പൊ എൻ്റെ അമ്മ ഇപ്പുറത്ത് നിന്നുണ്ട്, ഓ കളയൊന്നും വേണ്ടടി, ഏതെങ്കിലും പാവത്തിങ്ങൾക്ക് കൊടുക്കാന്ന്. ഇവര് നശിച്ചതാ പോരാ, ഇനി മറ്റുള്ളവരെ കൂടെ നശിപ്പിക്കണം. ഞാൻ പറഞ്ഞ്, അമ്മ ഈ പുകയിലേക്കകത്ത് ക്യാൻസർ ഉണ്ട്, ഇത് കഴിച്ചാൽ ക്യാൻസർ വരുമെന്ന്. അപ്പൊ അമ്മൂമ്മ വെച്ച്, മക്കളെ ശരിക്കും വരുവോടി? വരും. എങ്കിൽ അത് കളയണ്ട, മേലല്ലേ ജഗദമ്മയ്ക്ക് കൊടുത്തേക്കാൻ. അതെന്തിനാന്ന് വെച്ചാൽ പറയുക, അവൾ അങ്ങനെ സുഖിച്ച് ജീവിക്കേണ്ടെന്ന്. ഈ ജഗദമ്മ അമ്മൂമ്മയുടെ കൂടെ ഞങ്ങളുടെ അമ്മൂമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണ്. എന്താ കാര്യമെന്നറിയാവോ? പണ്ട് നമ്മുടെ വീട്ടിൽ കറണ്ടും TV ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ മേലെ വീട്ടിൽ പോയാൽ TV ആണെന്നേ. ഞങ്ങളിങ്ങ് വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോഴേ അമ്മൂമ്മയ്ക്കാണെങ്കിൽ ഒടുക്കലത്തെ സ്നേഹം. ഞങ്ങളെ കണ്ടോടനെ ഉള്ള കസാര എല്ലാം പറക്കി അടുക്കള കൊണ്ടിടും. പക്ഷെ നമ്മൾ തോറ്റു കൊടുക്കില്ല, നമ്മൾ തറയിൽ ഇരുന്ന് TV കാണും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വരുവടെ, മക്കളെ TV ചൂടാ, എല്ലാരും പൊക്കോ പിന്നെ വന്നാൽ മതിയെന്ന്. സത്യം പറയാലേട്ടാ, അന്ന് ദൈവത്തിനോട് ഞങ്ങൾ ഒരു കാര്യം മാത്രമേ ആത്മാർത്ഥമായിട്ട് പറഞ്ഞോളൂ, എൻ്റെ പൊന്ന് ദൈവമേ, ഞങ്ങൾക്ക് കറണ്ട് കിട്ടി ഒരു TV മേടിക്കുന്നത് വരെ ഈ പണ്ടാരം തള്ളക്ക് ആയുസ് കൊടുക്കണേന്ന്. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കത്തില്ലല്ലോ ഏട്ടോ. അവരെ കാലം കൊണ്ടുപോയി. പക്ഷേ പ്രതികാരം നമ്മൾ അവരുടെ മോൻ രവീന്ദ്ര മാമനോട് തീർത്ത്. എങ്ങനാന്നറിയാവോ? പണ്ടൊക്കെ എന്ന് പറയുമ്പം ഈ ബാത്റൂം നമ്മുടെ വീട്ടിലില്ല. നമ്മളെല്ലാവരും പറമ്പിലാണ് പോകുന്നത്. ഫസ്റ്റ് പോകുന്നത് ഞങ്ങളുടെ അമ്മൂമ്മയാ. അമ്മൂമ്മയ്ക്ക് ഇരുട്ട് പേടിയായത് കൊണ്ട് തന്നെ ഒരു മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ച് രാവിലെ ചെന്നവിടെ കുത്തി ഇരിക്കുമ്പോഴാണ് കാണുന്നത് ചുറ്റും ഒരു ഉത്സവത്തിനുള്ള ആളുണ്ട്. പിന്നെ അവിടെ ഇരുന്ന് 1ഉം 2ഉം ഒക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ നടത്തി തിരിച്ചു വരും. ഈ രവീന്ദ്ര മാമ ആ ദിവസം പുല്ല് പറിക്കാൻ പോകുന്നത് നമ്മുടെ പറമ്പിൽ കൂടെ. പുള്ളിയാണെങ്കിൽ ചെരുപ്പിടൂല, പുള്ളിക്ക് മണ്ണി ചവിട്ടി നടക്കണമെന്ന്. ഈ പുല്ല് പറിച്ച് തിരിച്ചു പോയ രവീന്ദ്രമാമന്റെ കാലയിലുണ്ടടെ ഒരു മഞ്ഞ ബൂട്ട്. പിന്നാണ് പുള്ളിക്ക് മനസ്സിലായത് പുള്ളി ഇതുവരെ മണ്ണിലല്ല ചവിട്ടി നടന്നേന്നുള്ളത്. ഇതും കൊണ്ട് വീട്ടിൽ ചെന്നപ്പോ രവീന്ദ്രമാമന്റെ ഭാര്യ, ഇതെന്തോന്നവാ ഇത് താഴേക്കാരുടെ സംഭാവനയാണെന്ന്. എനിക്കതല്ലേട്ടാ, ഇത്രയും പേരുടെ സംഭാവനയും കൂടെ ഇങ്ങേരുടെ ഈ 2 കാലിലെ സമ്മതിക്കണം. ഇതറിഞ്ഞ രവീന്ദ്രമാമന്റെ ഭാര്യ എന്ത് ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് നമ്മളെ പടക്കം തെറി വിളിക്കുകയാണ്. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, നമ്മുടെ പറമ്പിൽ കിടന്ന് നമ്മുടെ സാധനം ഇങ്ങേരുടെ കാലെ പറ്റിച്ച് വീട്ടിൽ പോയിട്ട് നമ്മളെ തെറി വിളിക്കുന്നു. ഇതിലെന്തോന്ന് ന്യായമൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഞങ്ങളുടെ അമ്മൂമ്മ ഇറങ്ങിയെന്ന് നല്ല പടക്കം തെറി വിളിച്ചു, പക്ഷെ ജയിക്കാൻ പറ്റിയില്ല ഏട്ടാ. അമ്മൂമ്മ പിന്നെ അപ്പച്ചയും കൂടെ കൂട്ടി. അങ്ങനെ 1.5 മണിക്കൂറത്തെ മാസ്മരിക പ്രകടനത്തിന് ശേഷം ഈ മഞ്ഞ ബൂട്ടും തെറിയും അവർക്ക് കപ്പ് നമുക്ക് കിട്ടിയേട്ടാ. അതുകൊണ്ട് തന്നെ രമേശ് ചേട്ടൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അമ്മൂമ്മ എൻ്റെ അപ്പച്ചയും കൊണ്ട് ഞാൻ വരാം. 1.5 മണിക്കൂറത്തെ മാസ്മരിക പ്രകടനത്തിന് ശേഷം കപ്പ് രമേശ് ചേട്ടനുള്ളതാണ്.